കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമസ്ഥാനത്ത് നിലകൊള്ളുന്ന മഹാക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. കണ്ണകി, അന്നപൂർണേശ്വരി തുടങ്ങിയ ഭാവങ്ങളിലും ആദിപരാശക്തിയെ സങ്കല്പിച്ചു പോരുന്നുണ്ട്. ചിരപുരാതനമായ ഈ മഹാക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമായാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കി പോരുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിനത്തിൽ കൊണ്ടാടുന്ന പൊങ്കാലയാണ്. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാലയടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് അഭീഷ്ടം സാധിക്കുമെന്നും ഒടുവിൽ മോക്ഷഗതി ഉണ്ടാകുമെന്നും ഭക്തർ കരുതുന്നു. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിനം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയം ഒരു ബാലിക അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തത്രേ. കാരണവർ ആറ് മുറിച്ച് ബാലികയെ അപ്പുറത്തെത്തിച്ചു. സമീപത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം. ബാലികയെ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം ഒരുക്കുന്നതിനിടെ ബാലിക അന്തർധാനം ചെയ്തു. അന്നു രാത്രി കാരണവർ ബാലികയെ സ്വപ്നത്തിൽ ദർശിച്ചു. ബാലിക ആദിപരാശക്തിയായ പ്രപഞ്ചനാഥയാണെന്നും ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് എന്നെ കുടിയിരുത്തണമെന്നും അങ്ങനെ ചെയ്താൽ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പരാശക്തി അരുളി ചെയ്തു. പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ദേവി തന്റെ തൃശൂലത്താൽ രേഖപ്പെടുത്തിയ അടയാളം കാണുകയും അവിടെ ക്ഷേത്രം പണിതു എന്നും ആണ് വിശ്വാസം. ആ ക്ഷേത്രമാണത്രേ പിൽക്കാലത്ത് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ദേവി ക്ഷേത്രമായി തീർന്നത്. ചതുർബാഹുവായ ഭദ്രകാളിയായാണ് ആദിപരാശക്തി ആറ്റുകാലിൽ അമരുന്നത്. വടക്കോട്ടേക്കാണ് ദർശനം. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. കൈകളിൽ ശൂലം, അസി, ഫലകം, കങ്കാളം എന്നിവ ധരിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. മഹിഷാസുരവധത്തിനു ശേഷം എഴുന്നള്ളിയ ദേവിയെ സ്ത്രീകൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച മുല പറിച്ചെറിഞ്ഞ് തന്റെ നേത്രാഗ്നിയിൽ മധുരാപുരി ചുട്ടരിച്ച വീരനായിക കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ വിലയം പ്രാപിച്ചു. കണ്ണകിയുടെ വിജയം സ്ത്രീകൾ പൊങ്കാലയിട്ട് ആഘോഷിച്ചു എന്നും വിശ്വാസം. അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുൻപിൽ വ്രതശുദ്ധിയോടെ തപസ്സനുഷ്ഠിച്ച് ആഗ്രഹ സാഫല്യം കൈവരിക്കുവാൻ വേണ്ടിയാണ് സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുന്നത് എന്ന് മറ്റൊരു സങ്കല്പം. വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹു രൂപം പൂണ്ട ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. തടിയിൽ തീർത്ത വിഗ്രഹമാണ്. വടക്കോട്ട് ദർശനം, 4 നേരം പൂജ, 3 ശീവേലി. തന്ത്രം കുഴിക്കാട്ട് ഇല്ലക്കാരാണ് നിർവഹിക്കുക. ഭദ്രകാളി രൂപമാണെങ്കിലും ദുർഗ, ലക്ഷ്മി, സരസ്വതി, കണ്ണകി തുടങ്ങിയ ഭാവങ്ങളിൽ ആറ്റുകാലമ്മ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ശിവൻ, ഗണപതി, നാഗർ, മാടൻ തമ്പുരാൻ തുടങ്ങിയ ദേവതകൾ ഉപദേവതമാരാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. കുംഭത്തിലെ കാർത്തിക നാളിൽ കുടിയേറി ഉത്രം നാളിൽ കുടിയിറങ്ങുന്നു. ഭദ്രകാളിപ്പാട്ടും കണ്ണകീ ചരിതവും തോറ്റംപാടി കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന ശ്രീ ഭദ്രകാളിയെ കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൊങ്കാല കൂടാതെ ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു. മഹിഷാസുരനുമായുള്ള ദേവിയുടെ യുദ്ധത്തിൽ പങ്കെടുത്ത
മുറിവേറ്റ ഭടന്മാരാണത്രേ ദേവിയുടെ കുത്തിയോട്ട ബാലന്മാർ. പൊങ്കാലയെടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, അടയ്ക്ക, പഴം, ശർക്കര, പൂവ്, നിറനാഴി, നിലവിളക്ക് എന്നിവ വെച്ച് ഗണപതിക്കൊരുക്കും. പുത്തൻ കലത്തിൽ വേണം പൊങ്കാല തയ്യാറാക്കുവാൻ. പ്രപഞ്ച പ്രതീകമായ മൺകലം സ്വശരീരമായി സങ്കല്പിച്ച് മനസ്സാകുന്ന നെല്ലരി തിളച്ച് അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ പായസമായി മാറുന്നു എന്നതാണ് തത്വം. ഭണ്ഡാര അടുപ്പിൽ നിന്നാണ് ഇതര അടുപ്പുകളിലേക്ക് തീ പകരുന്നത്. പ്രധാന വഴിപാടായി ശർക്കര പായസത്തിനു പുറമെ വെള്ളച്ചോറ്, വെള്ളപ്പായസം, തെരളിയട, മണ്ടപ്പുറ്റ് എന്നിവയും പൊങ്കാല ദിനം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ്. വിട്ടുമാറാത്ത തലവേദന, മാരക ശിരോരോഗങ്ങൾ എന്നിവ വിട്ടൊഴിയാൻ പയറും അരിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന നിവേദ്യമായാണ് മണ്ടപ്പുറ്റ് അറിയപ്പെടുന്നത്. അഭീഷ്ട സിദ്ധിക്കുള്ളതത്രേ വെള്ളച്ചോറ്. അരി, ശർക്കര, തേൻ, പാൽ, പഴം, കൽക്കണ്ടം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കുന്ന നവരസ പായസം സർവ ഐശ്വര്യങ്ങൾക്കായി സ്ത്രീകൾ പ്രത്യേകം അർപ്പിക്കുന്ന പൊങ്കാലയാണ്. അരി, തേങ്ങ, നെയ്യ്, ശർക്കര, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് പഞ്ചസാര പായസം. കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ളതാണ് പഞ്ചസാര പായസം. പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളിൽപ്പെട്ട പ്രധാന വഴിപാടാണ് താലപ്പൊലി. കന്യകമാരാണ് ഇത് നടത്തുന്നത്. വ്രതശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വമാതാപിതാക്കളോടും മറ്റു ബന്ധുജനങ്ങളോടും കൂടി ദേവിയുടെ എഴുന്നള്ളത്തിനൊപ്പം ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ താലപ്പൊലി എത്തിച്ചേരുന്നു. സർവ ഐശ്വര്യത്തിനായും രോഗബാധകൾ വിട്ടൊഴിയുന്നതിനും സമ്പത്തും സൗന്ദര്യവും വർദ്ധിക്കാനും ഭാവിയിൽ നല്ലൊരു വിവാഹ ജീവിതത്തിനുമായാണ് പെൺകുട്ടികൾ താലപ്പൊലിയിൽ പങ്കെടുക്കുന്നത്. ഒരു താലത്തിൽ ദീപം കത്തിച്ച് ചുറ്റും കമുകിൻ പൂക്കല, പൂക്കൾ, അരി എന്നിവ നിറച്ച് തലയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് ബാലികമാർ താലപ്പൊലി എടുക്കുന്നത്. താലപ്പൊലിയും പൊങ്കാലയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം. 13 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. മഹിഷാസുരനെ വധിച്ച യുദ്ധത്തിൽ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നാണ് സങ്കല്പം. പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടുകൂടി ദേവിയുടെ മുൻപിൽ വെച്ച് എല്ലാവരുടെയും വാരിയലിന് താഴെ ചൂരൽ കുത്തുന്നു. വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ അണിയിച്ചൊരുക്കി മാതാപിതാക്കളുടെ കൂടെ എഴുന്നള്ളത്തിന് അകമ്പടിയായി വിടുന്നു. ഇത് വ്രതശുദ്ധിയുടെ നാളുകൾ. പുത്തൻ കലങ്ങളിൽ നുരഞ്ഞു പൊന്തുന്ന പുണ്യത്തിൽ ആ ദേവീ നാമം ഉരുവിട്ട നമുക്കും സായുജ്യമടയാം. സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധ സാധികി ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. വിളിച്ചാൽ വിളി കേൾക്കുന്ന, നനച്ചാൽ മുന്നിലെത്തുന്ന, മനമുരുകി പ്രാർത്ഥിക്കുന്ന മാനവ ഹൃദയങ്ങളിൽ മന്ദസ്മിതം പൊഴിച്ചെത്തുന്ന ആറ്റുകാലമ്മയുടെ തിരു ഉത്സവത്തിനോടനുബന്ധിച്ച് ഏവർക്കും എന്റെയും ചാനലിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.